സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഇനി മുതൽ നമ്മുടെ പാർലമെന്റിന്റെ ഇരു സഭകളിലും മുൻ പ്രധാനമന്ത്രിമാർ ആരും തന്നെ ഉണ്ടാകില്ല. 6 പതിറ്റാണ്ട് നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് 93 വയസ്സുകാരനായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയ്ക്ക് BJP രാജ്യസഭാ സീറ്റ് നിഷേധിച്ചിരിക്കുന്നു. രാജ്യത്ത് ഒരു വലിയ രാഷ്ട്രീയ യുഗത്തിനാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത്. ജൂൺ 25-നാണ് ദേവഗൌഡ അടക്കം കർണാടകയിൽ നിന്നുള്ള 4 രാജ്യസഭാംഗങ്ങളുടെ കാലാവധി തീരുന്നത്. വീണ്ടും ഒരു വട്ടം കൂടി രാജ്യസഭയിൽ എത്തുവാൻ മോഹിച്ച സഖ്യകക്ഷിയായിട്ടുള്ള ജനതാദളിന് BJP വലിയൊരു ഷോക്കാണ് നൽകിയത്. ദേവഗൌഡയ്ക്ക് പകരം ഹുബ്ബള്ളിയിൽ നിന്നുള്ള പിന്നാക്ക വിഭാഗം നേതാവും വിദ്യാഭ്യാസ വിദഗ്ധനുമായിട്ടുള്ള പ്രൊഫസർ M നാഗരാജയെയാണ് BJP ടിക്കറ്റിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. കർണാടകയിൽ ഒരു സ്ഥാനാർത്ഥിയെ രാജ്യസഭയിൽ എത്തിക്കാൻ 45 വോട്ടുകളാണ് വേണ്ടത്. നിയമസഭയിൽ BJPക്ക് 66 MLA-മാരുടെ സ്വന്തം കരുത്തുണ്ട്. എന്നാൽ ജനതാദളിനോ വെറും 19 പേര്. ഈ അക്കങ്ങളുടെ വ്യക്തമായ കരുത്തിലാണ് BJP തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കിയത്. ഡൽഹിയിലെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളെ പ്രാദേശിക പാർട്ടികൾ വിറപ്പിച്ചിരുന്ന ഒരു സുവർണകാലം പണ്ടുണ്ടായിരുന്നു. 90-കളിൽ ആരെയും ഭയപ്പെടുത്താൻ പോകുന്ന വോട്ട് ബാങ്കുകൾ കാട്ടി വിലപേശിയിരുന്ന ദുർബലരായ സഖ്യ സർക്കാരുകളുടെ കാലത്ത് ഡൽഹിയിലെ വടംവലികൾക്കിടയിൽ ഭാഗ്യം കൊണ്ട് മാത്രം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയവരാണ് ദേവഗൌഡയെ പോലെയുള്ളവർ. എന്നാൽ ഇന്നത്തെ ഇന്ത്യ മാറി. കേവലം സെന്റിമെന്റ്സിന്റെ പേരിൽ ഒരു 93 വയസ്സുകാരന് സീറ്റ് മാറ്റിവെക്കാൻ ഇന്നത്തെ BJP നേതൃത്വം തയ്യാറല്ല. പഴയകാലത്തെ ദുർബലമായിട്ടുള്ള സഖ്യ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് ഇതോടെ പാർലമെന്റിൽ നിന്ന് പുറത്താകുന്നത്. ഇതിനു പിന്നിലെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം എന്താണെന്ന് നോക്കാം. RSS പിന്തുണയുള്ള പ്രൊഫസർ നാഗരാജയെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിലൂടെ പഴയ മൈസൂരു മേഖലയിലെ ദേവഗൌഡ കുടുംബത്തിന്റെ വൊക്കലിക സ്വാധീനത്തിന് പിന്നാലെ പോകാതെ വടക്കൻ കർണാടകയിലെ തങ്ങളുടെ സ്വന്തം അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് BJP. ജനതാദൾ ഇപ്പോൾ BJPയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കുമാരസ്വാമിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനവും ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ CN മഞ്ജുനാഥിന് BJP MP സ്ഥാനവും നൽകിയതോടെ കുടുംബത്തിന് നൽകേണ്ട കോട്ട കഴിഞ്ഞു എന്ന് BJP വ്യക്തമാക്കുന്നു. സഖ്യകക്ഷിയാണെങ്കിലും അവരുടെ വാർദ്ധക്യം ബാധിച്ച നേതാക്കളെ ചുമക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിയുടെ സംഘടനാ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് BJP മുൻഗണന നൽകുന്നത്. കുടുംബവാഴ്ചയുടെയും പ്രാദേശിക വിലപേശലുകളുടെയും കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി അസ്തമിക്കുകയാണ്. താഴെ തട്ടിൽ നിന്നും സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വരുന്ന നേതാക്കൾക്ക് വഴിമാറി കൊടുക്കാൻ പഴയ തലമുറ നിർബന്ധിതരാകുന്നു. മുൻ പ്രധാനമന്ത്രിമാരുടെയോ വലിയ നേതാക്കളുടെയോ ലേബലുകൾക്കൊന്നും പുതിയ ഇന്ത്യയിൽ വലിയ സ്ഥാനമില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. രാജ്യത്തിന്റെ ഈ പുതിയ മാറ്റം വരും നാളുകളിൽ പ്രതിപക്ഷ നിരയിലും വലിയ അലയൊലികൾ സൃഷ്ടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്.